ഹലോ ഗൈസ്, ഇന്ന് ഇസാന മദ്രസയിലെ റിസൾട്ട് വന്ന ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അവനൊരു വത്തക്കയൊക്കെ അങ്ങ് വാങ്ങിക്കൊടുത്തു. എന്തിനാ ഇപ്പോൾ കുറയ്ക്കുന്നത്, വലിയൊരു വത്തക്ക കഷ്ണം തന്നെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അവൻ ചോദിച്ചു വേറൊന്നും വാങ്ങിയില്ലേന്ന്. അപ്പം ഞാനൊരു കുർക്കുറയും കൂടി എടുത്തു കൊടുത്തു കേട്ടോ. ഇപ്രാവശ്യം മദ്രസയിൽ പരീക്ഷയ്ക്ക് ജയിച്ചെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊരു ട്രോഫിയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ, മാർക്ക് കൂടുതലുള്ളതിന്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതില്ലാതെ പോയതിൻ്റെ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, പാസ്സായല്ലോ, നമുക്ക് പാസ്സായാൽ മതി, കൂടുതലൊന്നും വേണ്ട. അങ്ങനെ പിന്നെ ഞാൻ അവനൊരു ഡയറി മിൽക്കും കൂടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഇഷ്ടപ്പെട്ട സാധനമാണ്. അങ്ങനെ പിന്നെ അതും വാങ്ങിക്കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയൊരു ട്രോഫി. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് അവൻ്റെ ബോൾ കാണാനില്ല എന്ന്. എത്ര പതുക്കടിക്കണം എന്ന് പറഞ്ഞാലും അവൻ കേൾക്കുകയില്ല. അവൻ ഒരൊറ്റ സിക്സർ അടിയാണ്, ആരാൻ്റെ പറമ്പ് പോയി കിടക്കും. പിന്നെ ഞങ്ങളവിടെ മൊത്തം അരിച്ച് പെറുക്കി കേട്ടോ. കുറേ തപ്പിയിട്ടും ബോൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴാണ് അവിടെ ഇരുന്ന ഒരാളൊരു പണി പറ്റിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. പിന്നെ അടുത്തൊരു കിളിക്കൂടുണ്ടായിരുന്നു കേട്ടോ. ആ കിളികൾ എന്തായിന്ന് അറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ ഈ അവസ്ഥയിലായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. ദോശയാണ് ഉണ്ടാക്കിയത്, ബീഫും ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് വത്തക്കയും. പിന്നെ വാപ്പിച്ചൻ്റെ കൂടെ പള്ളിയിൽ പോയി തിരിച്ച് വന്നതാണ്. തിരിച്ച് വന്നതും എനിക്കിട്ടുള്ള അടി കിട്ടൽ തുടങ്ങി കേട്ടോ.